വലിയ തോതിൽ വൈറലാവുകയും ആ പാട്ടാണോ ഞങ്ങളുടെ തോൽവിക്ക് കാരണമായത് എന്ന വലിയ ചിന്ത LDF അണികളിൽ ഉണ്ടാവുകയും ഒടുക്കം അതൊരു കേസായി പരിണമിക്കുകയും ചെയ്ത ഒരു പ്രഭാതമാണ് നമ്മൾ. ഇത് നേരത്തെ ഇറങ്ങിയ പാട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രചാരണത്തിന്റെയൊക്കെ തുടക്കത്തിൽ തന്നെ. പക്ഷെ ഇത് വലിയ വിവാദമായത് ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ്. അന്ന് ക്യാമ്പയിന്റെ സമയത്ത് ഇത് എവിടേക്കോ നമ്മളെ യാത്രയിൽ തന്നെ പലയിടങ്ങളിൽ അത് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ആരും അത് ചർച്ചയായിട്ടില്ല, ആരും പരാതി കൊടുത്തിട്ടില്ല. അതൊരു മതവികാരം വ്രണപ്പെടുത്തിയെന്ന് അന്ന് ആർക്കും തോന്നിയില്ല. പക്ഷെ ഈ തോൽവി ഉണ്ടാകുന്നു, ഈ പാട്ടാണോ തോൽപ്പിച്ചത് എന്നൊരു കൂട്ടം ആളുകൾക്ക് തോന്നുന്നു അല്ലെ. അതും എനിക്ക് തോന്നുന്നു നമ്മളെ വിഷ്ണുനാഥ പാട്ട് പാടുന്നു. ഇപ്പൊ പാർലമെന്റിൽ അംഗങ്ങളെ ഇവിടെ നിന്നുള്ള MP-മാർ പാർലമെന്റ് കവാടത്തിൽ ആ പാട്ട് ചൊല്ലുന്നു. അതോടുകൂടിയാണെന്ന് തോന്നുന്നു LDF-ന് അത് വലിയ തോതിൽ ഒരു മുറിവായി മാറിയതും പരിക്കേറ്റതും അതിങ്ങനെ ഒരു കേസായി. അത് മാത്രമല്ല, ആ വിവാദം എങ്ങനെയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഈ പാട്ടിലൂടെ ആളുകൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതും അവരെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന ചിത്രമാണ് നമുക്ക് നോക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പോറ്റിയെ കേറ്റിയെ പാരടി പാട്ടുകൾ കൂട്ടത്തോടെ പിൻവലിക്കപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലെ സാഹചര്യം. പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടത് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ്. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ചിത്രം വെച്ച വീഡിയോകളാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ പോലീസ് ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട്. അത് രചിച്ചയാൾക്കെതിരെ പാടിയാൾക്കെതിരെ 4 പ്രതികളുണ്ട്. എന്തായാലും ഈ കേസെടുത്തതിന് പിന്നാലെ ഒരു നടപടി ഭയപ്പെട്ടിട്ടാണോ ഇപ്പോൾ പോസ്റ്റുകളൊക്കെ അപ്രത്യക്ഷമായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്? അതെ, പലരും ഈ നടപടി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ ആദ്യ പരാതി വന്നതിന് പിന്നാലെ ഈ സൈബർ പോലീസ് വ്യാപകമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അത് ഈ പാട്ടിന്റെ ഒറിജിനൽ അത് കട്ട് ചെയ്തിരുന്നതിന് മാത്രമല്ല, ഇതിന് ഈ പാട്ട് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ CPM നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ കൂടി ചേർത്ത് എഡിറ്റ് ചെയ്ത് പോയിരിക്കുന്ന വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസും പലതിൻ്റെ ലിങ്ക് ഇവർ കളക്ട് ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കേസ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരം വീഡിയോകളെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നീക്കം ചെയ്തിരിക്കുകയാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ തന്നെ അത് റിമൂവ് ചെയ്തിരുന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ആദ്യമായി കേസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കെതിരെയും കേസ് വരുമെന്ന ഒരു കരുതൽ, ഒരു ചിന്തയാണ് അവരെ ഇത് പോസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ എന്തായാലും പോലീസ് ഇവരുടെ ലിങ്കും മറ്റു കാര്യങ്ങളുണ്ട് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടി എടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കേസ് എടുത്തതിന് പിന്നാലെ പരാതി വന്നതിന് പിന്നാലെ കേസ് എടുക്കുന്നത് മുന്നോട്ട് പോകുന്ന സംബന്ധിച്ച് നമ്മൾ പലയിടങ്ങളിൽ നിന്നും അഭിപ്രായം നേടി. നിയമവിദഗ്ധരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കേസ് ഇതിൽ ആദ്യ പരാതിയിൽ തന്നെ കേസ് എടുത്തിട്ടുണ്ട്. അത് കേസ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചോളൂ, ദിവി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാട്ട് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് CPM സമ്മതിക്കുന്നില്ല. ഒരു കാരണവശാലും ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു പരാജയത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇനി നാളെ സമ്മതിക്കില്ല. ഒരുപക്ഷെ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുക, അന്ന് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു എന്നുകൊണ്ട് സമ്മതിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഇങ്ങനെ പാട്ടായിട്ട് വരികയോ അത് പിന്നീട് പാരഡിയായിട്ട് വരികയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് കേസെടുത്താൽ നാളെ അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കുറയുമെങ്കിലും ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഉണ്ട്. അത് രാഷ്ട്രീയപരമായ ലക്ഷ്യമാണ്. ഈ കേസിൽ നിയമപരമായ അല്ലെങ്കിൽ മതവിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായ ലക്ഷ്യമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് കാര്യവുമാകാം, ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം. അത് CPM-നെയും ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ പിണറായി സർക്കാരിനെയും എതിരായിട്ടുള്ള ഒരു കാര്യമാവരുത്. അതിനപ്പുറത്തേക്ക് ലോകത്തുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു കേസ്, ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്ത നടപടി, അതിനപ്പുറത്തേക്ക് ഇതിലിപ്പോൾ 4 പ്രതികളെ FIR-ൽ ചേർത്തിട്ടുണ്ടല്ലോ. ഒന്ന് എഴുതിയയാൾ, പാടിയയാൾ, കമ്പോസ് ചെയ്തയാൾ എന്നിങ്ങനെ 4 പേരുടെ പേരിലാണല്ലോ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണോ? ഇത് സ്വാഭാവികമായും ഈ ഒരു കേസിനെതിരെ ഇതിന്റെ അണിയറ പ്രവർത്തകർ കോടതിയിൽ പോകും. ഇത് ലീഗലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരും അല്ലെങ്കിൽ ഈ കേസെടുത്ത മറ്റ് പോലീസിലെ ഒക്കെ ഉള്ള ആളുകളിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ. കാരണം ഇതിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രം ഉണ്ട്. അതാണ് ഈ കേസ് എടുക്കുന്നതിന് ആധികാരികമായിട്ട് പറയുന്നത്. പക്ഷെ അയ്യപ്പന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും
അയ്യപ്പനെയോ ശബരിമല വിശ്വാസികളെയോ ഒരു തരത്തിലും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഈ വാക്കുകളിലില്ല. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു എന്നിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എങ്ങനെയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോഴും നമ്മൾ ഈ നിയമവിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. നിങ്ങൾക്ക് സ്വാഭാവികമായി ഒരു കേസ് എടുത്ത് മുന്നോട്ട് പോകാം, FIR ഇടുക, അത് പോലീസിനുള്ള അവകാശമാണ്, പോലീസാണ് അത് പരിശോധിച്ചിടുക, അത് അവർ ഇടുകയും ചെയ്യും. പക്ഷെ ഇത് തെളിയിക്കപ്പെടാനുള്ളതും കോടതിയിൽ നിലനിൽക്കുക എന്നുള്ളത് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് ഈ രംഗത്തു നിന്നുള്ള ആളുകൾ പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസിന് പിന്നിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇതിൽ യാതൊരു തരത്തിലുള്ള മതവിശ്വാസത്തെ സംരക്ഷിക്കുകയെന്നോ അല്ലെങ്കിൽ അവരെ ആ ഒരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് നാളെ ഇത്തരത്തിൽ ആരും ഇക്കാര്യങ്ങൾ ഇതേപോലെയുള്ള പാർട്ടിപ്പാട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരരുത്, പ്രചരിപ്പിക്കരുന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ കേസ് വന്നിരിക്കുന്ന യാതൊരു സംശയവും.